ഹലോ, കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് മാർച്ച് 12-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. 2025 മാർച്ച് 12-ാം തീയതിയിലെ ഒന്നാമത്തെ ചോദ്യം, ടെൻസിംഗ് നോർഗെ ദേശീയ സാഹിത്യ പുരസ്കാരം നേടിയ മലയാളി. ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ. ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം നേടിയ മലയാളിയാണ് ആര്? ജിതിൻ വിജയൻ. അടുത്ത ചോദ്യം, 2025 മാർച്ച് 14-ന് ഗ്രീസിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2025 മാർച്ച് 14-ന് ഗ്രീസിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺസ്റ്റന്റീൻ ടാസുലസ് ആണ്. കോൺസ്റ്റന്റീൻ ടാസുലസ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, ബജറ്റ് ലോഗോയിൽ ദേവനാഗരി ലിപി അടിസ്ഥാനമാക്കിയ രൂപചിഹ്നം ഒഴിവാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബജറ്റ് ലോഗോയിൽ ദേവനാഗരി ലിപിയിൽ അടിസ്ഥാനമാക്കിയ രൂപചിഹ്നം ഒഴിവാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്. അടുത്ത ചോദ്യം, 2025-ലെ പുകവലി വിരുദ്ധ ദിനം. 2025-ലെ പുകവലി വിരുദ്ധ ദിനം മാർച്ച് 12. 2025-ലെ പുകവലി വിരുദ്ധ ദിനം മാർച്ച് 12. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അഥീന ദൗത്യം ഏത് കമ്പനിയുടേതാണ്? ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അഥീന ദൗത്യം ഇൻറ്റ്യൂഷീവ് മെഷീൻസിൻ്റെ ആണ്. അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ് ഇത്, ഇൻറ്റ്യൂഷീവ് മെഷീൻസ്. അടുത്ത ചോദ്യം, ആയുധ ഇറക്കുമതിയിൽ ലോകത്ത് 2-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ആയുധ ഇറക്കുമതിയിൽ ലോകത്ത് 2-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. ആയുധ ഇറക്കുമതിയിൽ ലോകത്ത് 2-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. സ്വന്തം ഉപഗ്രഹം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. സ്വന്തമായിട്ട് ഒരു ഉപഗ്രഹം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാമാണ്. അടുത്തത്, 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 5-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 2024-ലെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 5-ാം സ്ഥാനമാണ്. അടുത്തത്, 2025 ഫെബ്രുവരിയിൽ മികച്ച പുരുഷ ക്രിക്കറ്റ് താരത്തിനുള്ള ICC പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2025 ഫെബ്രുവരിയിൽ മികച്ച പുരുഷ ക്രിക്കറ്റ് താരത്തിനുള്ള ICC പുരസ്കാരം ലഭിച്ചത് ശുഭ്മാൻ ഗിൽ. അടുത്തത്, 2025 മാർച്ച് 11-ന് മൗറീഷ്യസിന് സമർപ്പിച്ച സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? 2025 മാർച്ച് 11-ന് മൗറീഷ്യസിന് സമർപ്പിച്ച സ്ഥാപനത്തിൻ്റെ പേരാണ് അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് സർവീസ് ആൻഡ് ഇന്നൊവേഷൻ. അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് സർവീസ് ആൻഡ് ഇന്നൊവേഷൻ. താങ്ക് യു.